തുടർന്നു മൻ ബർറ വാലിദൈ. എടോ, ഈ റമദാനിൽ നിനക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താകട്ടെ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ? എങ്കിൽ ആ ഉപ്പാക്ക് നീ ഒരു ഗുണം ചെയ്തോ, തന്റെ ഉമ്മാക്ക് ഗുണം ചെയ്തോ. ആ ഉമ്മാക്ക് ചെയ്യുന്ന ഗുണമുണ്ടല്ലോ, ആ ഗുണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറയാണ്, അവനിക്ക് എന്താ ഗുണമെന്നറിയുമോ? ആ വ്യക്തിക്ക് റമദാനിൽ തന്റെ ഉപ്പയോട് നല്ലൊരു സംസാരം സംസാരിച്ചാൽ അന കഫീലുഹു ഫിൽ ജന്ന. തന്റെ വൃദ്ധയായ ഉപ്പയുണ്ട്, പെരുന്നാക്ക് പോകും, തക്സീൽസിൽ പോകും, മക്കൾക്കെല്ലാവർക്കും ഡ്രസ് എടുക്കും, ഭാര്യയ്ക്ക് ഡ്രസ് എടുക്കും. പക്ഷേ അവിടെ ഉപ്പാക്ക് എങ്ങോട്ടും പോവാനില്ലല്ലോ, ഉപ്പാക്ക് വിരുന്നൊന്നും പോവാനില്ലല്ലോ, ഉമ്മാക്ക് എങ്ങോട്ടും പോകാനില്ലല്ലോ. എന്റെ സഹോദരി, ഭർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക്, തന്റെ ഭർത്താവിനോട് ഉപദേശിക്ക്, അല്ലയോ ഭർത്താവേ, എനിക്ക് നിങ്ങൾ ഡ്രസ് എടുത്ത് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളെ ഉമ്മാക്കായിരിക്കട്ടെ ഈ പെരുന്നാക്കൊരു ഡ്രസ്, നിങ്ങളെ ഉപ്പാക്കായിരിക്കട്ടെ ഈ പെരുന്നാക്കൊരു ഡ്രസ്. അങ്ങനെ പറയുന്ന ഭാര്യ, അതാണ് തന്റെ ഭർത്താവിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യഥാർത്ഥമായ സ്നേഹം, അതായിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരി, അള്ളാന്റെ റസൂല് പഠിപ്പിക്കാണ്, മൻ ബർറ വാലിദൈ, മാതാപിതാക്കൾക്ക് ഒരാള് ഗുണം ചെയ്തു കൊടുത്താൽ അള്ളാന്റെ റസൂല് പറയാണ്, ആരാണ് ജാമ്യം നിൽക്കുന്നതെന്നറിയുമോ? അന കഫീലുഹു ഫിൽ ജന്ന. ഇനിയൊരു ജാമ്യക്കാരൻ, ഇതുപോലൊരു ജാമ്യക്കാരൻ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല, ഈ പ്രപഞ്ചത്തിന് ലഭിക്കാനില്ല. അള്ളാന്റെ റസൂല് പറയാണ്, ഞാൻ അവർക്ക് ജാമ്യം നിൽക്കും, അവര് സ്വർഗം ലഭിക്കും, അവര് സ്വർഗത്തിൽ കിടക്കുമെന്ന്, ഞാനാണ് ജാമ്യക്കാരനാണെന്ന് മദീനയിലെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം